ബൊമ്മിമേമിയും ബബിളിക്കുട്ടനും എന്താ മഴ കണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ. രാവിലെ അല്ല കേട്ടോ, രാത്രിയിൽ എപ്പോഴോ തുടങ്ങിയ മഴയാണ്, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മഴ ദിവസത്തിലേക്ക് എൻ്റെ പൂച്ചക്കുട്ടികളുടെയും ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ബൊമ്മിമേമി നമ്മുടെ ബബിളിക്കുട്ടനും കൂടി മഴ പെയ്യണത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ഡ്രോപ്സൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ അവർക്കത് ഭയങ്കര കൗതുകമാണ് കേട്ടോ. ഇലയിൽ നിന്നും ചെടിയിൽ നിന്നും പൂവിൽ നിന്നൊക്കെ ഇങ്ങനെ അടർന്ന് വീഴുന്ന വെള്ളത്തുള്ളികളൊക്കെ നോക്കിയിട്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ബൊമ്മിക്കുട്ടിയൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തോന്നും ഇപ്പോൾ ബൊമ്മിക്കുട്ടി ഒരു കഥയോ കവിതയൊക്കെ എഴുതാൻ പോവുകയാണെന്ന് കേട്ടോ. കാരണം മഴയിലും പ്രകൃതിയിലും ആ ഒരു മഴയുടെ വോയിസിലൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് കേട്ടോ. ബബിളിക്കുട്ടി ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുക, ഈ മഴയൊക്കെ ഒന്ന് എപ്പോഴാണ് പോവുക, ഇനിയിപ്പോൾ മഴയുള്ള കാരണം കൊണ്ട് നമ്മുടെ കറുത്ത കാടൻ പൂച്ച വരില്ലല്ലോ എന്നൊക്കെയുള്ള സമാധാനത്തിലൊക്കെ ആയിരിക്കും എന്നാണ് കേട്ടോ തോന്നുന്നത്. അതോ പീക്കിരിക്കുട്ടനെ ഓർക്കുകയായിരിക്കുമോ? അപ്പോൾ നമ്മുടെ പീക്കിരിക്കുട്ടൻ്റെ ബൊമ്മിമേമയാണ് കേട്ടോ അത്. അപ്പോൾ പീക്കിരിക്കുട്ടൻ്റെ നഷ്ടത്തെക്കുറിച്ചിട്ട് ഞാൻ എല്ലാവരോടും എൻ്റെ വിഷമം ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങൾ, അവർ ഓമനിച്ച് വളർത്തിയ പൂച്ചക്കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുള്ള വേദന ഒരുപാട് പേര് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വേഗം മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഞാനും അനുഭവിക്കുന്ന സെയിം ഫീലിങ്സ് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ നിങ്ങളുടെ സങ്കടമൊക്കെ എന്താണെന്നുള്ളത്. എല്ലാവരും സമാധാനിക്കുക. എന്താ വെച്ചാൽ എല്ലാവർക്കും ഭൂമിയിൽ നിന്ന് പോകണ്ടേ. ഞാനും നിങ്ങളും എല്ലാവരും സർവ്വ ജീവികളും ജീവനുള്ള എല്ലാവരും നാളെ അസ്തമിക്കും. അപ്പോൾ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മൾ എങ്ങനെ ജനിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവസാനം എങ്ങനെ തിരിച്ചു പോകണം എന്നുള്ളതൊക്കെ ഈശ്വര നിശ്ചയമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര താലോലിച്ച് വളർത്തണ നമ്മുടെ മക്കളായിക്കോട്ടെ, പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടിട്ടും മാമ്പൂ കണ്ടിട്ടും കൊതിക്കരുത്, അങ്ങനെ ആശിച്ചൊന്നും പ്ലാൻ ചെയ്യരുത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യണ പോലെയല്ല, അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് നടക്കുള്ളൂ കേട്ടോ. അതൊക്കെ നേരത്തെ കൂട്ടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നന്നായിട്ട് ആടിത്തിമിർത്ത് അഭിനയിക്കുക, അവസാനം അരങ്ങൊഴിഞ്ഞ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന് വരും. നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിൽ ഇങ്ങനെ ആകെ വിങ്ങി വിതുമ്പി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയം സത്യം പറഞ്ഞാൽ ആ സമയം കടന്നു പോവും. നമ്മളത് എപ്പോഴും എല്ലാവരും, അത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അനിയത്തിയെ പോലെ ആയിട്ടോ ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഞാൻ പറയാൻ കേട്ടോ. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലാത്ത വിഷമത്തിലോ സങ്കടത്തിലൊക്കെ ഓരോ ദിവസം തള്ളി നീക്കി എൻ്റെ ലൈഫ് തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചു, ഇനി നാളെ എന്തിനാ ഇനി ജീവിക്കണത്, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചിട്ട് ജീവിതം പെട്ടെന്നൊരു നിമിഷം അവസാനിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒന്ന് ചിന്തിച്ചാൽ മതി, ഇത് കടന്നു പോവും, ഈ ദുഃഖം കടന്നു പോവും. നാളെ എത്ര നമ്മൾ വെളിച്ചം വീശില്ല എന്ന് വിചാരിക്കുന്ന ജീവിതത്തിലേക്കും വെളിച്ചം വീശു കേട്ടോ. രാവും പകലും പോലെയാണ് സുഖം ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒരു നിമിഷത്തെ ഒരു ചിന്ത കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലേ? തോന്നുന്നുണ്ടോ നമുക്ക് ഈശ്വരൻ തന്നു കഴിഞ്ഞാൽ ജീവിതം നമ്മളിവിടെ അവസാനിപ്പിച്ചതുകൊണ്ട് നമ്മുടെ കർമ്മഫലങ്ങൾ ഒടുങ്ങി എന്നേക്കുമായിട്ട് ശാശ്വതമായ ശാന്തി നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും കിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ദുരിതമായിരിക്കും നമ്മളങ്ങനെ നമ്മുടെ സ്വയം ജീവിതം ഇല്ലാതെ ആക്കുമ്പോൾ സംഭവിക്കണത് കേട്ടോ. പിന്നെന്താ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് നമുക്ക് തിരിച്ചു വരും കേട്ടോ. നമ്മൾ വിതയ്ക്കണതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ എവരി റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്? അതുപോലെയാണ് നമ്മൾ എന്താണോ കൊടുക്കണത് അത് നമ്മളെ തേടി വരും കേട്ടോ. നന്മയുടെ വിത്ത് വിതച്ചാൽ നന്മ തന്നെയാണ് കിട്ടുക, തിന്മയുടെ വിത്ത് വിതച്ചാൽ പ്രതിഫലവും തിന്മയായിരിക്കും കേട്ടോ. എന്ത് ചെയ്താലും അതിൻ്റെ ഒരു 7 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് മാത്രം
അപ്പോൾ ആർക്കും ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടാണ് കേട്ടോ, എനിക്ക് അത്രയും നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും ഉപദേശിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറയുന്നത്. അതിനൊന്നും ഞാൻ ആളല്ല കേട്ടോ, ഞാനൊരു സാധാരണക്കാരിയാണ്. എന്നാൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. ആർക്കെങ്കിലൊക്കെ ഒന്ന് മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ സങ്കടമൊക്കെ ഒന്ന് കുറയുകയാണെങ്കിൽ അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂച്ചക്കുട്ടികൾക്ക് മീനൊക്കെ വേവിക്കുകയാണ് കേട്ടോ, അയിലൊക്കെ വേവിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും പച്ചമീനൊക്കെ കൊടുക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, കമൻറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും പച്ചമീനാണ് കൊടുക്കേണ്ടത് കേട്ടോ, മാക്സിമം വേവിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ 3 നേരം കൊടുക്കണോണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 നേരം ഒന്നും അങ്ങനെ കൊടുക്കണ്ട കേട്ടോ, 3 നേരം ഒന്നും പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 നേരം ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കേ, അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അവർക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വിരയുടെ മരുന്നൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലപ്പോഴും പച്ചമീൻ കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. 6 മാസം കൊണ്ട് അവർക്ക് വിരയുടെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്തൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. ആർക്കും ബോറടിച്ചില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും തുടർന്ന് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എന്നെ കണ്ട എൻ്റെ പൂച്ചക്കുട്ടികളെ കണ്ട എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. അപ്പോൾ വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയുക. എല്ലാം ശരിയാവടോ, ശരിയാവാതെ എവിടെ പോവാനാ? ഇതൊക്കെ തന്നെയാണോ ജീവിതം? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.